അപ്പോൾ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മിസ് റിയ റസ്തോഗി. രാവിലത്തെ അലാറം അടിക്കുന്നു, പക്ഷെ തലച്ചോറാണെങ്കിൽ രാത്രിയെ ഓട്ടം തുടങ്ങി കാണും. ഈ ഒരു റേസിൽ റെസ്റ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ തന്നെ വരുന്നില്ല. ഈ ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഭാഗമാണ് ശ്രീമതി റിയ റസ്തോഗി. ഒരു വർക്കിംഗ് മദറുമാണ്, ഡ്രീമറുമാണ്. ഓഫീസിന്റെ ടാർഗറ്റ്, വീട്ടിലെ ചുമതലകൾ, ഒരു കുഞ്ഞു ജീവന്റെ പരിചരണവും അവനവനായുള്ള സമയം തീരെയില്ല. ഒരു വർക്കിംഗ് മമ്മിനെ സംബന്ധിച്ച് ഇതൊരു കോൺസ്റ്റന്റ് മെന്റൽ മാരത്തോൺ ആണ്. എന്നാൽ ഈ മാരത്തോണിനിടയിൽ വെച്ച് റിയ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു: ഈ ഓട്ടപ്പാച്ചിലിലും സ്വസ്ഥത കണ്ടെത്താൻ സാധിക്കുമോ? അങ്ങനെ അന്നു മുതൽ ഒരു അന്വേഷണം ആരംഭിച്ചു. അത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ഒരുപാട് പേർക്ക് വേണ്ടിയായിരുന്നു, ദിവസവും ഈ റേസിന്റെ ഭാഗമാകുന്നവർക്ക് വേണ്ടി. അങ്ങനെ റിയ റസ്തോഗി ഒരു കാര്യം തീരുമാനിച്ചു: ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള സമയം. എന്റെ പേര് റിയ റസ്തോഗി എന്നാണ്. ഞാൻ സൈക്കഡലിക്കിന്റെ സിഇഒയും കോ ഫൗണ്ടറുമാണ്. ടൈറ്റൻസ്, എനിക്ക് കോഡിംഗ് ചെയ്യണമെന്നുണ്ട്, സെയിൽസ് ചെയ്യണമെന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കണമെന്നുണ്ട്, ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നുണ്ട്, സമയത്തിന് ഉറങ്ങണമെന്നുണ്ട്, ഫാമിലിയോടൊപ്പം കറങ്ങാൻ ആഗ്രഹിക്കുന്നു, ഫ്രണ്ട്സിനോടൊപ്പം പാർട്ടി നടത്താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരിക്കലും നിൽക്കാൻ ആഗ്രഹമില്ല. ഏതൊരു ഹസ്ലറിന്റെയും ആഗ്രഹം ഇത് തന്നെയായിരിക്കും. അതിപ്പോ സ്വന്തം സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും ശരി, എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ശരി. എല്ലാ ദിവസവും പുതിയൊരു റേസാണ്. എന്നാൽ ഈ റേസിൽ തലച്ചോറ് ഒരിക്കലും മരവിക്കുന്നില്ല, ജോലിയാണെങ്കിൽ ഒരിക്കലും നിലയ്ക്കുന്നതുമില്ല. അതിപ്പോ ബോർഡ് റൂം ആവട്ടെ, ഡെസ്ക് ആവട്ടെ, ബെഡ്റൂം ആവട്ടെ, മീറ്റിംഗ് റൂം ആവട്ടെ, ബുദ്ധിയുടെ ടാപ്സ് എപ്പോഴും തുറന്നു കിടക്കുക തന്നെയായിരിക്കും. പിന്നെയാണ് അവിടെ ഒരു മൂവ്മെന്റ് വരുന്നത്, അതായത് മൈൻഡ് ഓവർലോഡ് ആവുന്ന ഒരു സമയം. അങ്ങനെ അപ്പോ നമ്മുടെ എനർജി, ഫോക്കസ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഇമ്പാക്ട് ആവും. പറയാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. അത് നമ്മുടെ സ്ട്രെസ്, സ്ലീപ്പ്, സ്റ്റെപ്സ് എല്ലാം ട്രാക്ക് ചെയ്യും. പക്ഷേ ഒരു ഹസ്ലറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ പ്രോസസ് എല്ലാം മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ടൈറ്റൻസ്, ഹസ്ലറുടെ കയ്യിൽ സ്ലോ റിക്കവറി എന്നൊരു ലക്ഷ്യം ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ഫൗണ്ടർ സ്റ്റാഫിനോട് എന്താ പറയാറ്? പ്രോബ്ലംസ് കൊണ്ടുവരേണ്ട, സൊല്യൂഷനും കൊണ്ടുവന്നല്ലേ. സൈക്കഡെലിക്സ് അതുപോലൊരു ടീംമേറ്റ് ആണ്. സൈക്കഡെലിക്സ് ആർ ഹെഡ്ഫോൺസ് ബിയോണ്ട് മ്യൂസിക്. ഇത് വെറും മ്യൂസിക് പ്ലേ ചെയ്യല്ല, നിങ്ങൾ സ്ട്രെസ്ഡ് ആവട്ടെ, സ്ലീപ്പി ആവട്ടെ, ഫോക്കസ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാവട്ടെ, എല്ലാം ട്രാക്ക് ചെയ്യും. ലുക്സ് വെരി ഇംപ്രസീവ്. പക്ഷേ ഒരു 20 മിനിറ്റ് ബൂസ്റ്റ് മോഡിൽ ഇത് നിങ്ങൾക്ക് തരുന്നു സോൺ ഷിഫ്റ്റ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റർ മീറ്റിംഗിന് മുമ്പ് ക്ലാരിറ്റിയാണ് വേണ്ടതെങ്കിൽ ഫോക്കസ് മോഡ് ഓണാകും. വളരെ ടെൻഷൻ നിറഞ്ഞ പ്രശ്നം പിടിച്ച ഒരു ദിവസത്തിന് ശേഷം റിലാക്സ് മോഡാണ് വേണ്ടതെങ്കിൽ അൺവൈൻഡ് ഓൺ. ഇനിയിപ്പോ അഥവാ കോട്ടിനെ ഡിപ്ലോയ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബ്രെയിനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് മോഡ് ഓൺ ആകും. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് 500+ ഹസ്ലേഴ്സിൽ യൂസ് ചെയ്തു. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റിൽ 92% എഫിക്കസി റിലാക്സേഷനിലും സ്ലീപ്പ് മോഡിലും ഉണ്ട്. അതുപോലെ 87% എഫിക്കസി ഫോക്കസിലും പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ട്. അതുമാത്രമല്ല, ഹസ്ലേഴ്സ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ദിവസം മുഴുവൻ സർജറീസ് ചെയ്തതിനു ശേഷം അവരെ സംബന്ധിച്ച് ഉറങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ എന്താ കണ്ടെന്നുള്ളത് മറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് അവരെ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഉറങ്ങാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ കഴിയും. സൈക്കഡെലിക് നിങ്ങൾക്ക് പറ്റിയ വളരെ നല്ലൊരു ബാക്കപ്പ് സിസ്റ്റമാണ്. ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു എവറി ഡേ. അപ്പോൾ എന്റെ ആസ്ക് എന്താണെന്ന് പറയാം. 10 crores-ന് 7.5% stakes in my company. Thank you. അല്ല, നിങ്ങൾ ഈ ഹസ്ലർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും ഹൃദയത്തിലാണ് കൈവച്ചത്. വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ സ്റ്റുഡൻസ് ആവട്ടെ, പ്രൊഫഷണൽസ് ആവട്ടെ, അവർക്കൊക്കെ ഈ ഹസ്ലർ വേർഡിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളെ പറ്റി 2 വാക്ക് പറയൂ. എവിടെയാണ് പഠിച്ചത്? ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എനിക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ്, GB നോയിഡയിൽ നിന്ന്. പിന്നെ ഞാൻ സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സർക്യൂട്ട് ഡിസൈനിൽ മാസ്റ്റേഴ്സും ചെയ്തിരുന്നു. അതിനുശേഷം ഞാനൊരു 7 വർഷം ജർമ്മനിയിൽ ആസ് എ ഫിസിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ഓട്ടോമാറ്റിക് കാർസിന് വേണ്ടി ചിപ്സ് ഉണ്ടാക്കിയിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ല, അപ്പൊ ഈ ഐഡിയ എങ്ങനെയാ ഉണ്ടായത്? എന്തായാലും നിങ്ങൾ നേരത്തെ സ്വയം ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കാണുമല്ലോ. ആക്ച്വലി എന്റെ മൂത്ത ചേച്ചിക്ക് 2016 ഒരു ബ്രെയിൻ ഇൻഫെക്ഷൻ ഡയഗ്നോസ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 മാസത്തോളം ചേച്ചി അപ്പോളോയിലെ സ്ട്രോക്ക് ICUലായിരുന്നു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഷീ പാസ്ഡ് അവേ. അന്ന്
അന്ന് എനിക്ക് തോന്നിയിരുന്നു അവളുടെ ബ്രെയിൻ ശരിക്കും അളന്ന് നോക്കാൻ പറ്റിയ പാകത്തിന് ഒരു മെഷീൻ ഉണ്ടായിരുന്നില്ലല്ലോ. ആക്ച്വലി അവൾ മരിച്ചുപോയ സമയത്ത് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നോ വേറെ ഒരു തരത്തിലുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എന്റെ കോഫൗണ്ടർ എന്റെ ഹസ്ബൻഡ് തന്നെ. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചു EEG. പിന്നെ എന്റെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ന്യൂഫിനി ആയിരുന്നു. അതൊരു ബ്രെയിൻ വേരിയബിൾ ഡിവൈസ് ആയിരുന്നു. അത് ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഫസ്റ്റ് ബ്രെയിൻ വേരിയബിൾ ഡിവൈസ് ആയിരുന്നു. അത് നിങ്ങളുടെ സ്ട്രെസ്സും ഫോക്കസും ഒക്കെ മെഷർ ചെയ്തിട്ട് ന്യൂറോ ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഞങ്ങൾ 4 വർഷത്തോളം അതിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ അതിനെ 2.5 CR ഏകദേശം അതുവരേക്ക് സ്കെയിൽ ചെയ്തു. പക്ഷെ പിന്നെ ഞങ്ങൾ റിയലൈസ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഞാൻ കണ്ടൊരു വിഷനിലേക്ക് അത് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ എല്ലാ ലേണിംഗ്സും എടുത്ത് ഈ പ്രോഡക്റ്റിലിട്ടു. ബട്ട് ഇറ്റ്സ് എ സെയിം കമ്പനി ഇൻ ബിസിനസ്. എനിക്ക് ഒരു തവണ ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. യെസ് മാം, പ്ലീസ്. വരൂ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ സെയിം ഫ്രീക്വൻസി മ്യൂസിക് കൊണ്ട് റിലാക്സ് ആവാൻ പറ്റുമോ? യെസ് മാം. ജനറലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടല്ലോ, അതായത് ന്യൂറോ സയൻസിൽ നമ്മുടെ ഈ ആൽഫ, ബീറ്റ, ഡെൽറ്റ, ബീറ്റ, ഗാമ ബ്രെയിൻ ഉണ്ടല്ലോ, വേവ്സ് ഉണ്ടല്ലോ. അതിലെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ ഡെൽറ്റ ബ്രെയിൻ വേവ്സിൽ 1 മുതൽ 4 ഹെഡ്സ് വരെ ഉള്ളത് അത് എല്ലാവരിലും ഒരുപോലെയാണ്. വേറെ പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ലെങ്കിൽ അത് 5 തവണ ചേഞ്ച് ആകും. ഫോർ എ നോർമൽ ഫംഗ്ഷനിങ് ബ്രെയിൻ ഈ ഫ്രീക്വൻസി സെറ്റ് ആകും. അതെല്ലാവർക്കും ഈക്വൽ ആയിരിക്കും. ഈ ഹാർട്ട് ബീറ്റ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ബ്രെയിൻ വേവ്സ്. ഓക്കെ. Have you done clinical validation to see what the results are in terms of brain signals? യെസ്, അതായത് ബേസിക്കലി ഞങ്ങൾ ഇന്റേണലി ആദ്യം 2 ന്യൂറോ സയന്റിസ്റ്റ് വഴിയും അല്ലാതെയും ഒക്കെയുമായിട്ടും ഏകദേശം ഒരു 15 പേരിൽ ഞങ്ങൾ ഈ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് റൈറ്റ് നൗ ആസ് വി സ്പീക്ക് ബാംഗ്ലൂരിലെ ഒരു 90 പേരിൽ ഈ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പ്ലസ് യു ട്രയൽസും ചെയ്തിട്ടുണ്ടല്ലോ. It's not just perception. പിന്നെ ആക്ച്വലി 3G വെച്ച് ഞങ്ങൾ മോണിറ്ററും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ എന്താ നടക്കുന്നതെന്നുള്ളത്. 20 ദിവസത്തോളം ഈ ഹെഡ്ഫോൺ കോൺസ്റ്റന്റ് യൂസ് ചെയ്തതിന് ശേഷം. അത് മാത്രമല്ല അറ്റ് ആൻ ഏർലി സ്റ്റേജ് നമ്മൾ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ആങ്സൈറ്റി സ്ലീപ്പ് മാർക്കേഴ്സ് ഉണ്ടാവുമല്ലോ, നോർമലി നമ്മൾ ട്രാക്ക് ചെയ്യിക്കുന്നത് ഈ സൈക്കോളജിസ്റ്റ് ട്രാക്ക് ചെയ്യിക്കുന്നത്, അതും റെഡ്യൂസ് ആയിട്ടാണ് കണ്ടത്. Thank you for this. താങ്ക് യു. ഇത് കണ്ടിട്ട് ഒരു മാന്ത്രിക വസ്തു പോലെയാ തോന്നിയത്. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കുമല്ലോ. നിങ്ങൾക്ക് ഇതിൽ പലതരം റിയാക്ഷൻസ് കിട്ടിക്കാണല്ലോ. ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു മെഡിറ്റേറ്റർ ഉണ്ടായിരുന്നു, 20 വർഷമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആള്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്തതുണ്ടല്ലോ, അതേ ഒരു എഫക്ട് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കിട്ടിയെന്നാ പറയുന്നത്. അതും എഫേർട്ട്ലെസ്ലി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. സോ സൈക്കഡെലിക് ത്രൂ സയൻസ്. True science, സോ no യാ, സോ ഇത് ideology, is it? ആദ്യത്തെ ഒരു ഹെൽത്തി ഡിവൈസ് ആയിരിക്കും മൂഡ് ചേഞ്ച് ചെയ്യാനുള്ളത്. സോ വീട്ടുകാർ ഇതൊരിക്കലും വാങ്ങണ്ടെന്ന് പറയില്ല. പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ പ്രോഡക്റ്റിന്റെ MRP 25,000 റുപ്പീസ് ആണ്. ഞങ്ങൾ ലാസ്റ്റ് മന്ത് ജൂലൈയിലാണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 25 പേര് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു. ആൻഡ് ഫ്രം എ 25,000 സ്റ്റാൻഡ് ബോയ് ആക്ച്വലി ആളുകൾക്ക് ഇത് പ്രിറ്റി അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം സ്റ്റാൻഡേർഡ് ഗുഡ് ഹെഡ്ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് ട്രാക്കിംഗ് മാത്രമല്ലാതെ മ്യൂസിക്, ലക്ഷറി ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതൽ ഡാറ്റാസ് വരുന്നത് വെസ്റ്റ് ഭാഗത്തു നിന്നാണ്. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഡാറ്റാസ് ഇതിൽ ഇടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. Yes. അതുപോലെ Yes. വിമൻ, പിന്നെ ക്രോസ് ഏജ് ഗ്രൂപ്പ്സ് അവരുടെയൊക്കെ ഡാറ്റാസ് ഇടാനും. ഞങ്ങളുടെ കയ്യിൽ ഈ ന്യൂഫിനിയുടെ സമയത്തും ഏകദേശം 300+ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. അവരുടെ ഡാറ്റാസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ പ്രോഡക്റ്റുമായിട്ട് ഏകദേശം 500+ ആളുകളിൽ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. അവരുടെ ഡാറ്റാസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരിൽ ഞങ്ങൾ ആക്ച്വലി ദാറ്റ് ഈസ് വൺ ഓഫ് USPs എന്ന് നിങ്ങൾക്ക് പറയാം. അതിന്റെ പേപ്പേഴ്സ് ഞങ്ങൾ തയ്യാറാക്കുകയാണ്. അതുപോലെ പേറ്റന്റ് ഫയൽ ചെയ്യുന്നുണ്ട്. അത് ഇതിൽ നിന്ന് തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വളരെ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അപ്പോൾ ഓഡിയൻസ് പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ്? Your time starts now. സോ 35% ആളുകൾക്ക് ഇവിടെ ഈ പ്രോഡക്റ്റ് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കി 65% വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഹാപ്പി ലൈഫാണ് നയിക്കുന്നതെന്ന് തോന്നുന്നു. അവർക്കൊക്കെ ഈ സ്ട്രെസ് ഒഴിവാക്കാൻ ചിലപ്പോൾ വേറെ നല്ല വഴികൾ അറിയാമായിരിക്കും. I actually want to make an offer. താങ്ക് യു. യെസ്, പറയൂ മാഡം, എന്താണ് നിങ്ങളുടെ ഓഫർ? 1 crore, but for 85 crores, Baloj. You are 3 revenue, 3 launch. I And it's understand. a high risk for us. യെസ്. And I think Tarvasar also can add a lot of value to you. So we have Thank 5 you so cents of much. excellence. I don't know if you know, but Yes. we will draw to scale your company, like with your performing marketing, your product development, and all of the other Yes. things that you need. So this Yes. is my offer to you, and you can tell me what you think. ഐ തിങ്ക് ഞങ്ങളും ഇതിൽ ചെറുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ജസ്റ്റ് ഗിവ് us some time. ഷുവർ മാം. യെസ്.
പ്രൊഫസർ റിച്ച ആൻഡ് പ്രൊഫസർ പ്രീതി ഡിസ്കഷനിലാണ്. സോ ശൈലി മാഡം, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഈ റൗണ്ടിൽ എന്റെ കൂടെയുള്ള ടൈറ്റൻസിന് ഒരു അവസരം കൊടുക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഈ ഓപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എടുക്കുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ചാമ്പ്യൻ ആയിരിക്കും, Thank you so ഇൻവെസ്റ്റേഴ്സിനെ much. ഉണ്ടാക്കും. താങ്ക് യു സോ മച്ച്. ഞാനും തീർച്ചയായും ഇവർക്ക് മാർക്കറ്റിംഗിലും സപ്പോർട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് മാർക്കറ്റിംഗ് വളരെ അത്യാവശ്യം തന്നെ ആയിരിക്കും. താങ്ക് യു സോ മച്ച് മാം. അപ്പോ ഞങ്ങളും ഈ ഇൻവെസ്റ്റ്മെന്റിൽ വരാൻ ആഗ്രഹിക്കുന്നു. ആസ് സജസ്റ്റഡ് സിമ്രൻ പറഞ്ഞതുപോലെ 85 ക്രോർസ് വാല്യൂഷനിൽ ഞങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ 0.5 ക്രോർ തരാം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന്. ജസ്റ്റ് 50 lakhs. യെസ്. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയൂ. ഞങ്ങളുടെ ടൈറ്റൻസുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണോ അല്ലയോ? ഞാൻ എൻ്റെ കോ ഫൗണ്ടർ കൂടെയായ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചോട്ടെ? യാ, പിന്നെന്താ, തീർച്ചയായും ബിസിനസിന്റെ കാര്യമല്ലേ. താങ്ക് യു. പ്ലീസ്. ഓഡിയൻസ് ഇത് റിജക്ട് ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നിയത്? See, I think the target audience is very different. യെസ്. It won't be students. Students also sure, but അവരെന്തായാലും ഈ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. 25,000 is too much Nice for one. them. And this is for 12 people who will actually pay Yes. and who will have high stress also. ഇവിടെ ഒരു ഇൻവെസ്റ്റർ നമുക്ക് 1 CR ഓഫറാണ് തന്നിരിക്കുന്നത്. അതുപോലെ IIT മദ്രാസ് 0.5 CR അറ്റ് ആൻ 85 CR മണി വാല്യുവേഷൻ. 1.5 CR വളരെ കുറവാണ്. അതായത് ഈ ഓഫർ അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും ചേർന്നാ പറഞ്ഞത്. സോ ദേ ഹാവ് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഫെസിലിറ്റി. എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാവുന്ന. ഐ വാണ്ട് ഗോ വിത്ത് എ കൗണ്ടർ. അതെ, തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഡിസ്കഷൻ കഴിഞ്ഞല്ലോ അല്ലേ? യെസ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ഹെഡ്ഫോൺ തലയിൽ വെക്കേണ്ടി വരുമോ കാര്യം പറയുന്നതിന് മുൻപ്? ഞാൻ സെഷന് മുമ്പ് തന്നെ ക്ലാരിറ്റി ആയിട്ടാണ് വന്നത്. ഓക്കെ. എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു കൗണ്ടർ ഓഫറാണ്. കാരണം എനിക്കൊരു സൈസബിൾ ചെക്ക് വേണം. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഫുൾ ഫോക്കസ് ഈ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ്, റാദർ ദാൻ റേസിംഗ് ഫണ്ട്. അപ്പോൾ എനിക്കൊരു 3 to 4 CR ചെക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. So, എൻ്റെ ഒരു കൗണ്ടർ ഓഫർ ഉണ്ട്. കൗണ്ടറിന് ആ, ഇത് നല്ലതാ, ഇടയ്ക്കൊക്കെ വേണം. I think 3 to 4 CR is a very big ask right now. Once you are engaging with us, we will think about that. Correct. And we are ready to help you later. Obviously, ഞങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ. Right. Like fund will be gone after putting the capital. That is absolutely not the It idea. works. So my counter offer will be 1.5, but I'm willing to increase the valuation to 90 CR. This perfectly works. Okay. 90 CR pre-money, 1.5 CR check size. First money. See, what we can do is, eventually, you know and I know you will put in the 10 CR because that's how amazing this product is gonna be. I hope. Well negotiated, confidence. well negotiated. I still think I want to give post money as 90 CR. And I really hope we get to work together because I know we can help you with so many other things. It's a done deal. It's a done deal. വരൂ, take hand കൊടുക്കൂ. വരൂ. Welcome to the Vyavasaki. Thank you. അപ്പോ റിയ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത് 2 കോടി രൂപയാണ്. Yes. 1.5 കോടി സിമ്രാന്റെ ഭാഗത്തു നിന്നും പിന്നെ 50 ലക്ഷം നമ്മുടെ IIT മദ്രാസിലെ പ്രൊഫസേഴ്സിന്റെ ഭാഗത്തു നിന്നും. പോസ്റ്റ് മണി വാല്യൂഷൻ ഓഫ് 90 ക്രോർ. Yes. ഇത്രയും വലിയ നേട്ടമായിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ സൈക്കോഡലിക്ക് ഒരുപാട് ആളുകളുടെ തലയിൽ എത്തുമെന്ന് തോന്നുന്നു. അതാണ് ഗോൾ. എല്ലാ goal നിങ്ങൾ ഹസ്ലറിനെയും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എനിക്ക്. അല്ല, നിങ്ങൾക്ക് 1 വയസ്സുള്ള ഒരു മോളാണല്ലേ? അതെ. അപ്പൊ നിങ്ങൾ അവളോടൊപ്പമാണ് ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? അതെ, ആക്ച്വലി അവളും എന്റെ കോ ഫൗണ്ടർ ആണ്. ചീഫ് ബേബി ഓഫീസർ. ചീഫ് ബേബി ഓഫീസർ. ബേബി ഓഫീസർ. അവളും കുറെ അനുഭവിച്ചു കാണും. കാരണം പ്രഗ്നൻസി സമയത്തൊക്കെ 9th month വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. പിന്നെ 40ാമത്തെ ദിവസം ഞാൻ തിരിച്ച് ഓഫീസിൽ പോവുകയും ചെയ്തു. അപ്പോ അങ്ങനെ നോക്കുമ്പോ അപ്പോൾ അവൾ എൻ്റെ കൂടെ ഓഫീസിൽ വരും. ഷീ ഡസ് ദ ഹോൾ, I don't know how many hours of shift at office and back home. Hard working chief baby officer. ഹലോ. അവർക്ക് നമസ്കാരം പറ. So cute. PAയും സൈക്കഡലിക്സും രണ്ടുപേരും ഒരുമിച്ചാണ് ജനിച്ചത്. Wonderful. അപ്പോ ഇത് എങ്ങനെയാ നിങ്ങൾ ഒക്കെ കൂടി മാനേജ് ചെയ്തത്? എല്ലാം മൈൻഡ് സെറ്റിന്റെ ഒരു ഗെയിം തന്നെയാണല്ലോ. നിങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. റിയാജി, ഇപ്പോൾ നിങ്ങളെ കോടിക്കണക്കിന് സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് കാണുന്നുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നിറഞ്ഞ കൈയടികളോടെ തന്നെ നിങ്ങൾ ഇവിടുന്ന് Well യാത്രയാക്കുക. done, dear. Very good. ഞങ്ങളുടെ വിമൺ സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾ ശരിക്കും സ്പെഷ്യൽ ആക്കി കളഞ്ഞു. താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്.
ബൈ And ബൈ congratulations. ബൈ ബൈ.